തുടരുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം പത്രികാ സമർപ്പണങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വോട്ടർമാരെ തേടിയുള്ള ഒരു യാത്രയിലാണ്. വീട് കയറിയുള്ള ഒരു പ്രചരണ രീതിയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമ്മുടെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. നമ്മൾ ആ വോട്ട് ചെയ്യണം തീരുമാനിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും അവർ പിന്നീട് ആ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജനങ്ങളുടെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുകയല്ല വേണ്ടത്. ജസ്റ്റ് ഒരു വോട്ടിന് വേണ്ടിയിട്ട് മാത്രം എല്ലാ വീടുകളിലും എല്ലാവരും വരും, വലിയ സപ്പോർട്ട് കാണിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ താഴേക്കടയിലേക്ക് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങി ചെല്ലുന്നു? ആരും ഇറങ്ങി ചെല്ലാറില്ല. ഒരു ടൗണിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിൽ പോയി അവിടെ നമുക്കൊരു വേസ്റ്റ് കളയാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. നമ്മുടെ സിവിക് സെൻസും പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലെവല് ഒന്നും കൂടെ കൂട്ടുക. ഏത് സമയത്ത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി നടക്കാം എന്നുള്ള ഒരു ധൈര്യം ഇത് നമുക്ക് അവർ തരണം. ഏത് വിഭാഗം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം ഭരിച്ച ആരും നാട് നന്നാക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. അവരവരുടെ പാർട്ടിയെ അല്ലെങ്കിൽ അവരവരുടെ കീസ നടക്കാനുള്ള പരിപാടികൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അടിമുടി മാറ്റണം, എന്നാലേ പറ്റുള്ളൂ. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും വരുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ്. എന്നാലും നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. എന്നാലും റോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. യൂത്ത് എന്ന നിലയിൽ നമ്മളിപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ വികസനം വേണം നമ്മൾ ആഗ്രഹിക്കുന്നത്? ഗേൾസൊക്കെ പുറത്ത് പോകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാഫിക്, പിന്നെ ആണെങ്കിൽ റോഡ്. ഇപ്പോൾ യൂത്തിൻ്റെ ആ ഒരു എൻട്രി എങ്ങനെയാണ് കാണുന്നത്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ. നമ്മുടെ കുറച്ചും കൂടി നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ യങ് ജനറേഷൻ. അത് കുറച്ചും കൂടി വരുവാണെങ്കിൽ വരും തലമുറയ്ക്ക് സെറ്റാകും. എല്ലാത്തിലും നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അത് യൂത്തൊക്കെ ഇറങ്ങിയിട്ട് അവർ നല്ലത് അവർ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ശരിക്കും യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ്. എൻ്റെ വോട്ട് കണ്ണൂരാണ്. കണ്ണൂർ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് LDFന് ഇപ്രാവശ്യം ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോകും. ഇപ്പം കടക്കാരെല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പം ഞാനും ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പം എനിക്കും നല്ലൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണല്ലോ നമ്മളൊരു കട സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നല്ലത് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിന് പുറമെ വികസനം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്യാമറമാൻ രാഹുലിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.